ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പഞ്ചായത്ത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. അവിടെ നടക്കുന്ന ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, രാജ്യമാകെ വീശിയടിച്ച വഖഫ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടന്ന ഒരു പഞ്ചായത്ത്, വഖഫ് മുഖ്യ പ്രചരണ വിഷയമാകുന്ന കേരളത്തിലെ ഒരേ ഒരു പഞ്ചായത്ത്, അതാണ് പറഞ്ഞു വരുന്നത് എറണാകുളത്തുള്ള പള്ളിപ്പുറം പഞ്ചായത്താണ്. പള്ളിപ്പുറം പഞ്ചായത്തിലാണ് മുനമ്പം സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിന്റെ റിസൾട്ട് എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, മുനമ്പം വിഷയം ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ സമര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ജനം മുൻപോട്ട് പോവുകയായിരുന്നു. അവിടെ അവരുടെ രക്ഷയ്ക്കായി എത്തിയത് BJP ആണ്. നാളിതുവരെ ആ ഒരു മേഖലയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയാതെ ഇരുന്ന ഒരു പാർട്ടി കൂടിയാണ് BJP. അതിൻ്റെയൊക്കെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവുകയും ചെയ്തു. ആ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിൽ നടക്കുന്ന മത്സരമാണ് ശ്രദ്ധാകേന്ദ്രം. പള്ളിപ്പുറം പഞ്ചായത്തിലെ 8ാം വാർഡിൽ നടക്കുന്നത് 3 ചെറുപ്പക്കാരാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. പള്ളിപ്പുറം 8ാം വാർഡിൽ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി ശ്രീ ചെറായിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഏവർക്കും സുപരിചിതനായ ഒരു മുഖം കൂടിയാണ്. BJPയുടെ പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ മുഖങ്ങളിൽ പ്രധാനിയാണ് ശ്രീ ചെറായി. ഈ ചെറുപ്പക്കാരൻ ഇവിടെ മത്സരിക്കുമ്പോൾ പ്രത്യേകതകൾ ഏറെയാണ്. സാധാരണഗതി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രം ആ വാർഡിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലായി എന്ന നിലയുള്ളപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ അദ്ദേഹം ആ മേഖലയിലുള്ള ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുകയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുകയും ചെയ്ത ഒരു മത്സ്യത്തൊഴിലാളി കൂടിയായ ഒരു ചെറുപ്പക്കാരാണ് ശ്രീ ചെറായി. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 8ാം വാർഡിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനം, പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഇതെല്ലാം മുതൽക്കൂട്ടായി മാറും എന്ന് അദ്ദേഹത്തിനോടൊപ്പമുള്ള പ്രവർത്തകർ പറയുന്നു. ഏതായാലും BJPക്ക് വലിയ ശക്തിയൊന്നും ഉള്ള ഒരു വാർഡ് അല്ല ഈ പറയുന്ന പള്ളിപ്പുറം 8ാം വാർഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ ഉടനീളം കാണുന്ന ആവേശവും പ്രചരണ രംഗത്ത് അദ്ദേഹത്തോടൊപ്പം ധാരാളം പേർ എത്തുന്നതുമെല്ലാം അവിടെ വലിയ പ്രതീക്ഷയാണ് BJPക്ക് നൽകുന്നത്. കാരണം തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ അനവധി വീട് വെച്ച് നൽകുകയും ഒപ്പം തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും സഹായധനം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ സജീവമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കേവലം ഒരു മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം. തൻ്റെ ആ ഒരു സേവന പ്രവർത്തനം മറ്റുള്ളവരിൽ നിന്നുമൊക്കെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് വന്നിരുന്നത്. ഏതായാലും വളരെ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആരാധകരും ഫോളോവേഴ്സുമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. മുനമ്പം ഉൾപ്പെടുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത് അവിടെ മുനമ്പത്തിൽ നടന്ന വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അതിൽ തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു വാർഡാണ് ഈ പള്ളിപ്പുറം പഞ്ചായത്തിലെ 8ാം വാർഡ്. ന്യൂസ് ഡെസ്ക്.